ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മാസ്കാണ്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മാസ്ക് എന്ന് പറയുന്നത് അത്യാവശ്യമായ ഒന്നാണ് അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് മാസ്ക് നമുക്ക് തയ്ക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇതുപോലെ അത്യാവശ്യം ഇപ്പോൾ ഒന്ന് തയ്ച്ചു നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നല്ല മാസ്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് മെഷീൻ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, നമുക്ക് കൈകൊണ്ട് തന്നെ തുന്നി നമുക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ അത്യാവശ്യം ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പോൾ പതുക്കെ ഇരുന്ന് വെട്ടി അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മാസ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. 8 ഇഞ്ച് ലെങ്ത്ത്, അതുപോലെ തന്നെ 7 ഇഞ്ച് അതിൻ്റെ വിഡ്ത്ത്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ 8 ഇഞ്ച് തന്നെ വീതി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ 7 ഇഞ്ച് ആയാലും നമുക്കൊരു പാകത്തിന് നോർമൽ രീതിയിൽ ഇത്ര മതിയാവും എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ 8 ഇഞ്ച് ലെങ്ത്തും 7 ഇഞ്ച് വിഡ്ത്തിലും ഒരു തുണി, നമ്മൾ 2 തുണി വെട്ടണം സെയിം അളവിൽ തന്നെ. ഇത് ഞാൻ ഇപ്പോൾ ഒരു A4 ഷീറ്റിൽ വെട്ടി വെച്ചതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്തായാലും കുറച്ചധികം മാസ്ക് തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നല്ല ചട്ട പോലെയുള്ള കടലാസിൽ ഇതേപോലെ ലെങ്ത്ത് വെട്ടുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെട്ടി വെച്ചതാണ്. അതേപോലെ ഞാൻ 2 തുണി എടുത്തിട്ടുണ്ട്, സെയിം അളവിൽ തന്നെ 2 തുണി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഡോറി വേണം. അപ്പോൾ ഡോറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 1.5 ഇഞ്ച് വീതിയിൽ, ഏകദേശം ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഒരു തുണി വെട്ടിയെടുക്കാം നമുക്ക്. അതും ഞാൻ ഇതുപോലെ തന്നെ വെട്ടി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഈ വീതിയിൽ വെട്ടി വെച്ചാൽ നമുക്ക് ഈ അളവ് വെച്ചിട്ട് വെട്ടിയെടുക്കാം. അപ്പോൾ 12 ഇഞ്ചൊക്കെ നീളം മതിയാവും. ഇപ്പോൾ ഒരു വള്ളിക്ക് ഇത്ര 12 ഇഞ്ച് നീളം മതിയാവും. അങ്ങനെ 4 എണ്ണം നമുക്ക് വേണം. അപ്പോൾ നമുക്കിത് വെട്ടിയെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമുള്ള തുണി നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇതുപോലെ 2 പീസ് തുണി, അതുപോലെ ഡോറിക്ക് ആവശ്യമായ ഇതുപോലെ 2, ഇപ്പോൾ 24 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ 2 സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഇത് കൈ കൊണ്ട്, ഇപ്പം മെഷീൻ ഇല്ലാത്തവർക്ക് വീട്ടിൽ കൈ വെച്ച് തുന്നാവുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ട് വെച്ചെങ്കിൽ നമ്മുടെ ഈ ഡോരീനെ ഒന്നുകിൽ നമുക്ക് ഇതുപോലെ വെച്ചിട്ട്, ഞാൻ ഇതിൻ്റെ തയ്യൽ ഹൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ തയ്ച്ചു കൊടുത്തിട്ട് ഒരു ഈർക്കില വെച്ചിട്ട് നമുക്കിങ്ങനെ കുത്തി കൊടുത്താൽ പുറത്തേക്ക് ഈ തയ്യലൊന്നും കാണാത്ത രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ തുന്നാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ തുന്നി അങ്ങനെ ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 2 ഭാഗവും മടക്കിയിട്ട് ഉള്ളിലോട്ട് ഇതുപോലെ മടക്കിയിട്ട് അടിച്ചു കൊടുത്താലും മതി. ഇതുപോലെ ആക്കിയിട്ട് ഇതിങ്ങനെ മടക്കി കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അപ്പോൾ മുമ്പ് തന്നെ നമുക്ക് ഡോറി തയ്ച്ചെടുക്കണം, അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഡോറി തയ്ച്ചിട്ട് വരാം. ഇതിൻ്റെ എൻഡ് ഭാഗം നമ്മളൊന്ന് തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ഇറുക്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തള്ളി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നല്ല ഭാഗം വരും. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമ്മുടെ 4 ഡോറികളും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ 4 എണ്ണം തയ്ക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തുന്നുന്നവരാണ് വെച്ചെങ്കിൽ ഉള്ളിലോട്ട് 2 ഭാഗം ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് തുന്നി കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തുണി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത്, അപ്പോൾ ഇതിലെ ഒരു ഭാഗം നമ്മൾ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഉൾഭാഗത്ത് ഇതാണ് ഇതിൻ്റെ ലെങ്ത്ത്. ഇനിയിപ്പോൾ ലെങ്ത്ത് വൈസാണ് വെച്ചിരിക്കുന്നത്. 8 ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ. നമുക്ക് ഇങ്ങനെയാണ് വള്ളി വരേണ്ടത്. അപ്പോൾ നമ്മൾ ഉൾഭാഗത്തേക്ക് ഈ സംഭവങ്ങൾ ഇങ്ങനെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഇത് ഇവിടേക്ക് വെക്കാം. ഇതേപോലെ നമുക്ക് എല്ലാ ഭാഗവും വെച്ച് കൊടുക്കാം. അതായത് ഈ ലെങ്ത്ത് വൈസായിരിക്കണം നമ്മുടെ ഡോറിയുടെ ഈ ഭാഗം ഇങ്ങനെ വെക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെയൊന്നും വെക്കരുത്, ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കണം. എന്നിട്ട് 4 ഭാഗത്തും ഇതുപോലെ തന്നെ വെക്കുക. എന്നിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പിൻ ചെയ്ത്, ഇപ്പം അടിഭാഗത്തും ഇതുപോലെ തന്നെ ഈ ലെങ്ത്തിൻ്റെ ഇങ്ങോട്ട് ഉള്ളിലോട്ടായിട്ടാണ് വെക്കണം കേട്ടോ. നമ്മളിത് പുറത്തേക്ക് വലിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാ ഭാഗവും ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഈ ഭാഗം മാത്രം ഇതിങ്ങനെ ലെങ്ത്ത് വൈസ് ആയിട്ട് ഇതിങ്ങനെ വെക്കാം. എന്നിട്ടിത് പിൻ ചെയ്ത് വെക്കാം നമുക്ക്. ഓക്കെ,
ഡോരി ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുക. പിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് തയ്ച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അല്ല എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒന്ന് ഇതാക്കി വെച്ച് കൊടുത്താലും മതി. ഇപ്പം എന്തെങ്കിലും മുട്ടുസൂചിയോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും തയ്ക്കുന്നതിൻ്റെ പിന്നോ ഏത് വേണമെങ്കിലും ഉണ്ടാവും, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതിയാവും. കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ നേരം ജസ്റ്റ് ഒന്ന് ഹെം ചെയ്ത് ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയായിരിക്കും ബുദ്ധി. ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇപ്പോൾ 4 ഭാഗം ഇങ്ങനെ വെച്ച് കണ്ടുല്ലോ നിങ്ങൾ. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ, ഇത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒന്ന് ഹെം ചെയ്തായിരിക്കും നന്നായിരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ മാറിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതുപോലെ മുകൾ ഭാഗവും ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുക, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇതിൽ ഈ വിട്ട് വരില്ലോ, വീതി വരില്ലോ, ഈ വീതിയുടെ ഭാഗത്ത് ഒരു 2.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി എല്ലാ ഭാഗവും നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ പിന്നൊന്നും കുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഇഞ്ച് ഭാഗം വെച്ചിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ലെങ്ത്തിൻ്റെ അവിടെ വരുമ്പോൾ നമ്മൾ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇരിക്കും. കാരണം ആ ലൂപ്പ് മാറിപ്പോവില്ല. പിന്നെ ആ വീതിയുടെ ഭാഗം ഉണ്ടല്ലോ, വിടത്തിൻ്റെ ഭാഗത്താണ് നമ്മൾ ഒരു 2.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് തയ്ച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഒരു 2.5 ഇഞ്ച് ഗ്യാപ്പ് ഇടുക നടുഭാഗത്ത്. നമുക്കൊന്ന് മറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം തയ്ച്ചെടുക്കുക. അപ്പോൾ 1/4 ഇഞ്ച് മാത്രം നമുക്ക് വിട്ടുകൊടുത്താൽ മതി. അപ്പോൾ നമ്മളിതൊരു പില്ലോ പോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് മറച്ചിടുമ്പോൾ വരാൻ വേണ്ടിയിട്ട് ഈ മൂലഭാഗങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കയറി കട്ട് ചെയ്യരുത് കേട്ടോ. അത് ഈ മൂലഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മൾ വേണ്ടത് ഇപ്പോൾ തുന്നുന്നവരാണെന്ന് വെച്ചെങ്കിൽ ഇതുപോലെ തുന്നിപ്പോയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഇരുന്ന് ഇതുപോലെ ഓരോ ഈ കോർണർ ഭാഗമൊക്കെ വരുമ്പോൾ ഒന്ന് വെട്ടി കൊടുക്കുക തയ്യലിന് തൊട്ട് മുന്നായിട്ട്. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് മറച്ചിടുമ്പോൾ നല്ല കറക്റ്റായിട്ട് മറിഞ്ഞ് കിട്ടാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. ഇനി നമ്മൾ ഇവിടെ 2.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടുണ്ടല്ലോ, ആ ഗ്യാപ്പിൽ കൂടെ നമുക്ക് ഈ ഉൾഭാഗം ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കാം. ഇതുപോലെ മറച്ചെടുക്കുക. നമ്മളെ ഡോറി കിട്ടി കഴിഞ്ഞാൽ സുഖമായിട്ട് ഡോറി കൂടെ ഇങ്ങോട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അതെ, ഉൾഭാഗത്തു നിന്ന് ഇങ്ങനെ പുറത്തേക്ക് മറിച്ചെടുക്കുക. ശരിക്കും നമ്മൾ പില്ലോ തയ്ക്കുന്ന പോലെ തന്നെ. അപ്പം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഗ്യാപ്പ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ ഗ്യാപ്പ് ഉള്ളത് ഇവിടെ ഇങ്ങനെ നിൽക്കട്ടെ. നമുക്ക് ഇവിടെ ഞെറിയിട്ട് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. അപ്പോൾ എല്ലാം ശരിയായി വന്നിട്ടില്ലേ? ഇനി നമുക്ക് വേണ്ടത് ഇതിന് ഞെറിയിട്ട് കൊടുക്കണം. അപ്പോൾ അതിനുള്ള അളവ് പറഞ്ഞു തരാം. അപ്പോൾ ഇത് നമ്മൾ മൊത്തം 6.5 ഇഞ്ചാണ് ഉള്ളത്. മൊത്തം ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് 6.5 ഉള്ളത്. അപ്പോൾ നമ്മൾ തയ്ച്ച് വന്നതിന് ശേഷം നോക്കുമ്പോൾ 6.5 ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ മുകൾ ഭാഗത്ത് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലും ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ബാക്കി 3/4 ഇഞ്ച് വെച്ച് ബാക്കിയുള്ളതൊക്കെ മാർക്ക് ചെയ്യുക. അപ്പോൾ മുകളിൽ മാത്രം ഒരു 1.25, പിന്നെ 3/4 അങ്ങനെ അവസാനമാകുമ്പോൾ 1.25 ഉണ്ടാവും. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് 3 ഞെറിയാണ് ഇടുക. അപ്പോൾ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഞെറി ഇട്ടിട്ട് നമ്മൾ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അയൺ ചെയ്യൽ മസ്റ്റാണ്. അപ്പോഴാണ് അതിങ്ങനെ ഞെറിയായിട്ട് ശരിക്കും നിൽക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് അയൺ ചെയ്ത് എടുത്തിട്ട് വരാം. 3/4 ഇഞ്ച് കറക്റ്റ് ഇതിങ്ങനെ പിടിച്ചാൽ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഒന്ന് അയൺ ചെയ്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ മുകളിൽ 1.25 ഇഞ്ച് 3/4 ഇഞ്ച് വീതം വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ഇപ്പോൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തയ്ക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ തുന്നിയാണെന്ന് വെച്ചെങ്കിലും ഇതുപോലെ അയൺ ചെയ്തതിന് ശേഷം 2 ഭാഗവും തുന്നി കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ വീതിയുടെ ഭാഗത്ത് കുറച്ച് വിട്ടുണ്ടായിരുന്നല്ലോ, ഒരു 2.5 ഇഞ്ച്, അത് ഇപ്പോൾ ഈ തയ്ച്ചു കൊടുക്കുന്നതിൽ നല്ല ക്ലിയർ ആയിട്ട് വന്നോളും. നമുക്ക് ഈ 2 ഭാഗവും നന്നായിട്ടൊന്ന് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അരുഭാഗത്തൂടെ അടിച്ചു കൊടുത്തിട്ട് ഇവിടുന്ന് ഒരു 1/4 ഇഞ്ചും കൂടി നീക്കിയിട്ട് ഒന്നും കൂടി അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഞെറിയൊക്കെ നല്ല കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി വെച്ച് ഇതുപോലെ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഡോറിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഒരു എലാസ്റ്റിക് വെച്ചാലും മതി. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ നീളം ഏകദേശം ഇത്രയ്ക്കൊക്കെ മതിയാവും. അപ്പോൾ എലാസ്റ്റിക് വെച്ച് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുത്താലും മതി. അല്ല മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഇത് ഇങ്ങനത്തെ ആക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കാം. ഇത് കെട്ടിയിട്ട് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള ഒരാൾക്ക്, വലിയ ആൾക്കാർക്ക് ഇത്രയും ഒരളവിലായ നല്ല പാകത്തിനുള്ള ഒരു മാസ്ക് ആയിട്ടുണ്ട്. കുട്ടികൾക്കാകുമ്പോൾ ചെറിയ അളവിലൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ മാസ്ക് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ എല്ലാവർക്കും
ഇപ്പോൾ ഇതാ അത്യാവശ്യമാണ്. അപ്പോൾ അത് കാരണം എന്തായാലും നമ്മൾ മാക്സിമം വീട്ടിൽ ഇതാകുമ്പോൾ റിയൂസ് ചെയ്യാം, നമുക്കത് കഴുകി ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വൈറ്റ് കളർ വേണമെന്നൊന്നുമില്ല, ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് തയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പ്ലെയിൻ കളറാവുകയാണെന്ന് വെച്ചെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇത് നമ്മൾ ഡബിൾ ലെയറിലൊക്കെ ഇട്ടിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല എന്തൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.